A warm and heartfelt welcome to Logos Bible Quiz 2026. ലോഗോസ് ബൈബിൾ ക്വിസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട ക്വിസേഴ്സിനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നമുക്ക് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. 1. യേശു യഹൂദരുടെ തിരുനാളിനെ എവിടേക്ക് പോയി? യോഹന്നാൻ 5:1. നസ്രത്തിലേക്ക്, ജെറുസലേമിലേക്ക്, സമരിയയിലേക്ക്, ഗലീലയിലേക്ക്. അതിൻ്റെ ഉത്തരം ബി, ജെറുസലേമിലേക്ക്. രണ്ടാമത്തെ ചോദ്യം, ജെറുസലേമിലെ അജകവാടത്തിനടുത്തുള്ള കുളം ഏത്? യോഹന്നാൻ 5:2. ഓപ്ഷൻസ്: ഗിഹോൻ, ജോർദാൻ, ഷിലോഹ, ബെത്സൈദ. ഉത്തരം ബി, ബെത്സൈദ. ഡി, ബെത്സൈദ. 3. ബെത്സൈദ കുളത്തിന് എത്ര മണ്ഡപങ്ങളുണ്ടായിരുന്നു? യോഹന്നാൻ 5:2. ഓപ്ഷൻസ്: 3, 5, 7, 10. ഉത്തരം ബി, 5 ആണ്. നാലാമത്തെ ചോദ്യം, കുളത്തിനരികിൽ ആരൊക്കെ കിടന്നിരുന്നു? ശിഷ്യർ, പണ്ഡിതർ, പുരോഹിതർ, രോഗികൾ. അതിനുത്തരം ഓപ്ഷൻ ഡി ആണ്, രോഗികൾ. അഞ്ചാമത്തെ ചോദ്യം, രോഗിയായ ആ മനുഷ്യൻ എത്ര വർഷമായി കിടപ്പിലായിരുന്നു? യോഹന്നാൻ 5:5. 12 വർഷം, 20 വർഷം, 40 വർഷം, 38 വർഷം. അതിൻ്റെ ഉത്തരം ബി, ഡി, 38 വർഷം. ആറാമത്തെ ചോദ്യം, യേശു രോഗിയായ ആ മനുഷ്യനോട് ചോദിച്ചത് എന്ത്? യോഹന്നാൻ 5:6. നിന്റെ കുടുംബം എവിടെ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്തിനാണ് ഇവിടെ? നിനക്ക് വിശ്വാസമുണ്ടോ? ഉത്തരം സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ. ഏഴാമത്തെ ചോദ്യം, അവൻ സുഖം പ്രാപിക്കാതെ അതിൻ്റെ കാരണം എന്തായിരുന്നു? യോഹന്നാൻ 5:7. അവൻ്റെ വിശ്വാസം കുറവായിരുന്നു, അവൻ ആഗ്രഹിച്ചിരുന്നില്ല, കുളത്തിലേക്ക് ഇറക്കാൻ ഒരാളുമില്ലായിരുന്നു, യേശു വൈകി എത്തിയതിനാൽ. ഉത്തരം സി ആണ്, കുളത്തിലേക്ക് ഇറക്കാൻ ഒരാളുമില്ലായിരുന്നു. എട്ടാമത്തെ ചോദ്യം, യേശു രോഗിയായിരുന്ന മനുഷ്യനോട് എന്താണ് കൽപ്പിച്ചത്? നീ ദേവാലയത്തിലേക്ക് ചെല്ലുക, എഴുന്നേറ്റ് കിടക്കയിട്ട് നടക്കുക, പുരോഹിതനെ കാണുക, നാളെ മടങ്ങി വരിക. ഉത്തരം എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്നതാണ്. യോഹന്നാൻ 5:8. 9. അവൻ സുഖം പ്രാപിച്ച ദിവസം ഏത്? യോഹന്നാൻ 5:9. ഉത്സവ ദിവസം, സാബത്ത്, ആദ്യ ദിവസം, പെസഹ. അതിൻ്റെ ഉത്തരം ബി ആണ്, ഓപ്ഷൻ സാബത്ത്. അടുത്ത ചോദ്യം 10. സുഖമായ മനുഷ്യനോട് യഹൂദർ എന്താണ് പറഞ്ഞത്? യോഹന്നാൻ 5:10. നീ പേര് പറയാതെ പോവുക, വീണ്ടും കുളത്തിൽ ചെന്ന് നിൽക്കുക, ഇനി ആരോടും സംസാരിക്കരുത്, കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. ഉത്തരം ഡി, കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്, പ്രത്യേകിച്ച് സാബത്തിൽ. 11ാമത്തെ ചോദ്യം, സുഖം പ്രാപിച്ച മനുഷ്യൻ യഹൂദരോട് പറഞ്ഞത് എന്തായിരുന്നു? യോഹന്നാൻ 5:1. കുളത്തിൽ ആദ്യം ഇറങ്ങിയത് ഞാനായിരുന്നു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്നോട് പറഞ്ഞു, ഞാൻ സാബത്ത് മറന്നുപോയി, വീണ്ടും കുളത്തിലേക്ക് പോകണം, എന്നെ സുഖപ്പെടുത്തിയവൻ എൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്നോട് പറഞ്ഞു. 12ാമത്തെ ചോദ്യം, യേശു പിന്നീട് മനുഷ്യനെ എവിടെയാണ് കണ്ടത്? യോഹന്നാൻ 5:14. വഴിയിൽ നടക്കുമ്പോൾ, ദേവാലയത്തിൽ, കുളത്തിൻ്റെ കരയിൽ, ശ്മശാനത്തിൽ. ഉത്തരം ദേവാലയത്തിൽ. 13ാമത്തെ ചോദ്യം, യോഹന്നാൻ 5:14 യേശു നൽകിയ മുന്നറിയിപ്പ്: നസ്രത്തിലേക്ക് മടങ്ങുക, വീട്ടിലേക്ക് മടങ്ങുക, നന്നായി പ്രാർത്ഥിക്കുക, മേലിൽ പാപം ചെയ്യരുത്. ഉത്തരം മേലിൽ പാപം ചെയ്യരുത്, ഓപ്ഷൻ ഡി. 14ാമത്തെ ചോദ്യം, യഹൂദർ യേശുവിനെ ദ്വേഷിച്ചതിൻ്റെ കാരണം? യോഹന്നാൻ 5:16. അവൻ ഉപവസിച്ചില്ല, അവൻ സാബത്തിൽ രോഗികളെ സുഖപ്പെടുത്തി, അവൻ നികുതി കൊടുക്കാൻ സമ്മതിച്ചില്ല, അവൻ ജനങ്ങളെ പഠിപ്പിക്കാൻ നിരസിച്ചു. ഉത്തരം അവൻ സാബത്തിൽ രോഗികളെ സുഖപ്പെടുത്തി, ഓപ്ഷൻ ബി. യോഹന്നാൻ 5:17 യേശു പറഞ്ഞത് എന്ത്? ഓപ്ഷൻസ്: എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല, എൻ്റെ പിതാവും ഞാൻ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, നിങ്ങൾ കാത്തിരിക്കൂ. ഉത്തരം സി ആണ്, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. 16. യഹൂദർ യേശുവിനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ മറ്റൊരു കാരണം? യോഹന്നാൻ 5:12 പ്രകാരം: ജനങ്ങളെ പഠിപ്പിച്ചത്, ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിച്ചത്, രോഗികളെ സുഖപ്പെടുത്തിയത്, ദേശയാത്ര ചെയ്തത്. ഉത്തരം ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിച്ചത്. 17ാമത്തെ ചോദ്യം, യോഹന്നാൻ 5:5 സത്യസത്യമായി എന്ന പദപ്രയോഗം എത്ര പ്രാവശ്യം കാണുന്നു? ഓപ്ഷൻസ് 1, 2, 3, 4. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3. 5:19, 24, 25. 18ാം ചോദ്യം, യോഹന്നാൻ 5:19, 29 വചനഭാഗത്തിൻ്റെ ശീർഷകം എന്ത്? പുത്രൻ്റെ അധികാരം, ബെത്സയിലെ രോഗശാന്തി, യേശുവിൻ്റെ സാക്ഷ്യം, ജീവൻ്റെ അപ്പം. ഉത്തരം പുത്രൻ്റെ അധികാരം, ഓപ്ഷൻ എ ആണ്. 19ാമത്തെ ചോദ്യം, ഡാഷ് ആരെയും വിധിക്കുന്നില്ല? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മോശ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പിതാവ്. യോഹന്നാൻ 5:22.
20-ാമത്തെ ചോദ്യം, യോഹന്നാൻ 5:22 പ്രകാരം വിധി നിർവഹിക്കാനുള്ള അധികാരം ആർക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? പിതാവിന്, പുത്രന്, ദൂതന്മാർക്ക്, ശിഷ്യന്മാർക്ക്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പുത്രന്. 21, യോഹന്നാൻ 5:24 അനുസരിച്ച് കർത്താവിൻ്റെ വചനം കേട്ട് അവനെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് ലഭിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: നിത്യജീവൻ, ഭൂമിയിലെ സമൃദ്ധി, പാപമോചനം, ദീർഘായുസ്. ഉത്തരം എ ആണ്, നിത്യജീവൻ. 22, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ഡാഷ് സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. പിതാവിൻ്റെ, ദൈവപുത്രൻ്റെ, മനുഷ്യപുത്രൻ്റെ, പുത്രൻ്റെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ദൈവപുത്രൻ്റെ. 23, പിതാവ് പുത്രന് എന്ത് നൽകിയിരിക്കുന്നു? യോഹന്നാൻ 5:26. ജ്ഞാനം, ശക്തി, തന്നിൽ തന്നെയുള്ള ജീവൻ, മഹത്വം. പിതാവ് പുത്രൻ എന്ത് നൽകിയിരിക്കുന്നു? ഉത്തരം തന്നിൽ തന്നെയുള്ള ജീവൻ. അടുത്ത ചോദ്യം 24, കല്ലറകളുള്ളവർ എഴുന്നേൽക്കാനുള്ള കാരണം. ഓപ്ഷൻസ്: ദൈവപുത്രൻ്റെ സ്വരം അവർ കേൾക്കുന്നതുകൊണ്ട്, ദൂതന്മാർ അവനെ വിളിക്കുന്നതിനാൽ, ലോകാവസാനം വന്നതിനാൽ, മനുഷ്യർ പ്രാർത്ഥിച്ചതിനാൽ. ഉത്തരം ദൈവപുത്രൻ്റെ സ്വരം അവർ കേൾക്കുന്നതുകൊണ്ട്. ഓപ്ഷൻ എ ആണ്. 25, നന്മ ചെയ്തവർ ഏത് ഉയർപ്പിലേക്കാണ് വരുന്നത്? യോഹന്നാൻ 5:29. ജീവൻ്റെ ഉയർപ്പ്, ന്യായവിധിയുടെ ഉയർപ്പ്, ഭൂമിയിലെ സമൃദ്ധിയുടെ ഉയർപ്പ്, ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. ഉത്തരം ജീവൻ്റെ ഉയർപ്പ്. 26, തിന്മ ചെയ്തവർ ഏത് ഉയർപ്പിലേക്കാണ് വരുന്നത്? ന്യായവിധിയുടെ ഉയർപ്പ്, ജീവൻ്റെ ഉയർപ്പ്, ശിക്ഷാവിധിയുടെ ഉയർപ്പ്, സമാധാനത്തിൻ്റെ ഉയർപ്പ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ശിക്ഷാവിധിയുടെ ഉയർപ്പ്, സി. 27, സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് ആരാണ്? യോഹന്നാൻ 5:30. യേശു, യോഹന്നാൻ, പത്രോസ്, മോശ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, യേശു. 28, യോഹന്നാൻ 5:30 പ്രകാരം യേശുവിൻ്റെ വിധി നീതിപൂർവമാകുന്നതിൻ്റെ കാരണം എന്താണ്? ഓപ്ഷൻസ്: പണ്ഡിതനാകുന്നതിനാൽ, ജനങ്ങൾ പറഞ്ഞതിനാൽ, നിയമം കേട്ടതിനാൽ, പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നതിനാൽ. ഉത്തരം ഡി ആണ്, പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നതിനാൽ. 29, യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാൾ ആര്? യോഹന്നാൻ 5:32. മോശ, പിതാവ്, യോഹന്നാൻ, ദൂതൻ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പിതാവ്. 30-ാമത്തെ ചോദ്യം, യോഹന്നാൻ 5:46 പ്രകാരം മോശ എഴുതിയത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻസ്: യേശുവിനെക്കുറിച്ച്, ദാവീദിനെക്കുറിച്ച്, അബ്രഹാമിനെക്കുറിച്ച്, യോഹന്നാനെക്കുറിച്ച്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, യേശുവിനെക്കുറിച്ച്. 31-ാമത്തെ ചോദ്യം സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. യോഹന്നാൻ 5:24 ഉദ്ധരിക്കുക. ഇത് 100-ൽ കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു.